ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ ഹോർമൂസ് കടലിടുക്കിന്റെ പേര് കയറി വന്നതോടുകൂടി ലോകരാജ്യങ്ങളെല്ലാം ഒന്ന് ഞെട്ടി. ലോകത്തെ നിർണായകമായ ഊർജ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആശങ്കയുടെ കാട്ടുതീയായി മാറി. കാരണം ലോകത്തെ ഇന്ധന കയറ്റുമതിയുടെ 20% നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഹോർമൂസ് അടച്ചാൽ എണ്ണവില കത്തിക്കേറും. അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കുലുക്കും. എന്താണ് ഹോർമൂസ്? വരൂ പരിശോധിക്കാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. വടക്ക് ഇറാനും തെക്ക് ഒമാനും UAE-യുമായിട്ടുള്ള ഈ കപ്പൽ ഇടനാഴിക്ക് 167 കിലോമീറ്ററാണ് നീളം. അതിന്റെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ 50 കിലോമീറ്ററാണ് വീതി. അതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തെ വീതിയാകട്ടെ 33 കിലോമീറ്ററാണ്. പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് അറബിക്കടലിലേക്ക് കടക്കാവുന്ന ഏക കപ്പൽ പാതയാണ് ഹോർമൂസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ടാങ്കറുകൾക്ക് ഉപയോഗിക്കത്തക്ക വണ്ണവും ആഴവും ഈ ഹോർമൂസ് കടലിടുക്കിനുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട എണ്ണ ഗ്യാസ് ഉൽപാദകരും അവരുടെ കസ്റ്റമേഴ്സും എല്ലാം ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. 2023 ആദ്യ പകുതിയിൽ പ്രതിദിനം 20 മില്യൺ ബാരൽ എണ്ണയാണ് ഇതിലൂടെ കടന്നുപോയത്. അതായത് പ്രതിവർഷം $600 മില്യൺ കച്ചവടമാണ് ഇവിടെ നടന്നത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഇറാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ എണ്ണയാണിത്. ഖത്തറിന്റെ LNG കയറ്റുമതിയുടെ 80% നടക്കുന്നത് ഹോർമൂസ് വഴിയാണ്. ഇതിനു മുമ്പ് പലവട്ടവും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിന്റെ സമ്മർദ്ദം കാരണം അത് നടന്നിട്ടില്ല. പണ്ട് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നിരുന്ന കാലഘട്ടത്തിൽ പോലും അന്ന് എണ്ണ ടാങ്കറുകളെ പരസ്പരം ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിൽ എത്തിയപ്പോൾ പോലും ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല. AD 309 AD 379 ഇടയിൽ ഭരിച്ചിരുന്ന പേർഷ്യൻ രാജാവായ ഷോപ്പൂർ രണ്ടാമന്റെ മാതാവ് ഇഫ്രാ ഹോർമൂസ് കടലിടുക്കിന്റെ പേരിന് പ്രചോദനമായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ AD 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പല കൃതികളിലും ഈ കടലിടുക്കിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരിടത്തും പേര് പരാമർശിച്ചിട്ടില്ല. AD 10-നും AD 17-നും ഇടയിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമായ ഹോർമൂസ് സാമ്രാജ്യത്തിൽ നിന്നാണ് അവരാണ് ഈ പേര് നൽകിയത് എന്നും കരുതുന്നുണ്ട്. 1988-ൽ US യുദ്ധക്കപ്പൽ ഹോർമൂസിന് മുകളിലൂടെ പറന്ന ഇറാൻ എയർ വിമാനത്തെ വെടിവെച്ചിട്ടു. യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ഈ ആക്രമണം. 290 പേർ അന്ന് കൊല്ലപ്പെട്ടു. 2007-ൽ US അന്തർവാഹിനി ജപ്പാനീസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കേറ്റില്ല. 2009-ൽ മറ്റൊരു US അന്തർവാഹിനി USന്റെ തന്നെ നേവി കപ്പലുമായി കൂട്ടിയിടിച്ചു. കൂട്ടിയിടിയുടെ ഫലമായി കപ്പലിലെ 25,000 ഗാലൻ മറൈൻ ഡീസലാണ് ചോർന്നത്. 2020-ൽ ഇറാൻ അബദ്ധത്തിൽ തങ്ങളുടെ തന്നെ കപ്പലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി. അങ്ങനെ 19 പേരാണ് കൊല്ലപ്പെട്ടത്. 2021-ലാണെങ്കിൽ ഇറാന്റെ തന്നെ ഒരു കപ്പൽ തീപിടിക്കുകയും തൽഫലമായി മുങ്ങുകയും ചെയ്തു. സമുദ്ര നിയമങ്ങൾ ലംഘിച്ചെന്ന പേരിലും രാഷ്ട്രീയ കാരണങ്ങളാലും ഇറാൻ പലതവണയും ഹോർമൂസിലെ പല കപ്പലുകളും പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.